ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമുക്കിന്ന് ഈ റോൾ കേക്ക് കീച്ചെയിൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പം നോക്കാം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഗ്രീൻ കളറിലാണ്. സോ എൻ്റെ ഫസ്റ്റ് ലെയർ വരുന്നത് ഗ്രീൻ കളറിലാണ്. ഓക്കെ, ഞാൻ കിഡോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ യാണാണ് ഉപയോഗിച്ചുള്ളത്. ഇത് 4 വെയ്റ്റ് യാണാണ്. ഞാൻ ഉപയോഗിച്ചുള്ള വൈറ്റ് കളറും കിഡോസ് തന്നെയാണ്. അപ്പം ഈ 2 യാണും കിഡോസാണ്. അപ്പോൾ ഇത് രണ്ടും 4 വെയ്റ്റ് യാണുമാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കുക. പക്ഷേ നിങ്ങളുടെ റോൾ കേക്ക് അതിനനുസരിച്ച് ചെറുതാവും. ഞാനിവിടെ ചെറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 2 വെയ്റ്റോ 3 വെയ്റ്റോ വരുന്ന യാണാണ്. കാരണം നമുക്ക് ചെറുതായിട്ടിരുന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഈ റെഡ് കളറിലാണ് അത് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു 4.5 മില്ലിമീറ്റർ വരുന്ന ഹുക്ക്, പിന്നെ ഒരു 3.5 മില്ലിമീറ്റർ വരുന്ന ഹുക്ക്, പിന്നെ നമ്മൾ കീ ചെയിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ഇതെല്ലാവരുടെ അടുത്തും ഉണ്ടാവണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കീ ചെയിൻ ആക്കണമെങ്കിൽ മാത്രം ഇത് മതി, അല്ലെങ്കിൽ വേണ്ട. പിന്നെ ഒരു നീഡിൽ, ഇതിനെ ഡാർണിങ് നീഡിൽ എന്നാണ് പറയുക. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് ആണെങ്കിലും കുഴപ്പമില്ല. ഇത് പ്ലാസ്റ്റിക് ആയാലും മെറ്റലായാലും കുഴപ്പമില്ല. അപ്പം എൻ്റെ ഉള്ളത് ഈ മെറ്റലിൻ്റെയാണ്. പിന്നെ സീസേഴ്സ് വേണം. സ്റ്റിച്ച് മാർക്കർ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സേഫ്റ്റി പിന്നോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ സ്റ്റിച്ച് മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇത് നമുക്ക് ചെറി ഉണ്ടാക്കുമ്പോഴാണ് ആവശ്യം വരിക, നമ്മളുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരില്ല. ഗ്ലൂവും കൂടി വേണം. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, അതുകൊണ്ട് പറയുന്നതാണ്. ഗ്ലൂവും കൂടി ആവശ്യമുണ്ട്. ഞാനിപ്പോൾ എടുത്തുള്ളത് ഈ B7000 എന്ന് പറഞ്ഞ ഗ്ലൂ ആണ്. ഓക്കെ, ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ റോൾ കേക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഈ 4.5 mm ഹുക്കും പിന്നെ നമ്മളുടെ കിഡോസിൻ്റെ ഗ്രീൻ യാണുമാണ്. അപ്പോൾ ഞാനിതിൻ്റെ സെൻറ്റർ പുള്ള് ചെയ്തിട്ട് ഇങ്ങനെ ആയിട്ടായിരിക്കണം, പക്ഷെ കുഴപ്പമില്ല, നമുക്കത് പിന്നെ റെഡിയാക്കാം. അപ്പോൾ ഇതിൻ്റെ എൻഡ് എടുക്കുക. അപ്പോൾ ഇവിടെ എൻഡ് എടുക്കുക, എന്നിട്ട് സ്ലിപ്പ് നോട്ട് ആക്കുക. അപ്പോൾ ഇതാണ് സ്ലിപ്പ് നോട്ട്. അപ്പോൾ സ്ലിപ്പ് നോട്ടാക്കി ഇനി 4.5 mm ഹുക്ക് എടുത്തിട്ട് ഇതിലിടാം. എന്നിട്ട് വല്ലാണ്ട് ടൈറ്റും അല്ല അത്ര ലൂസും അല്ലാത്ത രീതിയിൽ ആക്കാം. ഇതിങ്ങനെ പോകാൻ പറ്റണം. ഓക്കെ, അങ്ങനെ ആക്കാം. എന്നിട്ട് 50 ചെയിൻ ഉണ്ടാക്കണം. സോ ആദ്യത്തെ ചെയിൻ ഉണ്ടാക്കി ഇങ്ങനെയാണ് 1. അപ്പോൾ ഇത് ഈ മിഡിൽ ഫിംഗർ കൊണ്ട് ഈ തം ഫിംഗർ കൊണ്ട് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ചെരിഞ്ഞ് പോവില്ല. അപ്പോൾ 2 3 4 5 6. അപ്പം ഞാൻ ഈ ചൂണ്ടുവരലോണ്ടാണ് ഈ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഇത് കുറച്ചൊരു ഇതിൽ തന്നെ നിൽക്കണം, എന്നാലത് ഇങ്ങനെ വൃത്തിയിൽ വരുള്ളൂ. 7 8. ഇനി നിങ്ങളിങ്ങനെ 50 വരെ ആക്കിയിട്ട് അപ്പോൾ ലാസ്റ്റ് കാണാം. ഓക്കെ, ഇവിടെ 50 ചെയ്യാൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ, അപ്പം 50 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 2 എണ്ണം സ്കിപ്പാക്കുക. അപ്പോൾ സ്കിപ്പാക്കുക എന്ന് പറയുമ്പോൾ 2 എണ്ണം എന്ന് പറയുമ്പോൾ 1, ഇത് 1, ഇത് 2. ഇനി മൂന്നാമത്തേലാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ക്രോഷ്യാണ്. അപ്പോൾ ഡബിൾ ക്രോഷ്യക്ക് യാൺ ഓവർ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേൽ വേണം ഇൻസേർട്ട് ചെയ്യാൻ. ഇൻസേർട്ട് ചെയ്ത് ഇനി പിന്നെയും യാൺ ഓവർ ആക്കി. ഇനിയിപ്പോൾ നമ്മളെ ഹുക്കുമ്പോൾ 3 ലൂപ്പുണ്ട്. അപ്പോൾ യാൺ ഓവർ ആക്കിയിട്ട് 2 എണ്ണത്തിൽ കൂടെ മാത്രം വലിക്കുക. ഇനി ബാക്കി 2 എണ്ണം കൂടിയും അതിന് യാൺ ഓവർ ആക്കിയിട്ട് പിന്നെ 2 എണ്ണത്തിൽ കൂടെ മാത്രം വലിക്കുക. ഇതാണ് ഒരു DC. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഒരു DC ആക്കുക. യാൺ ഓവറാക്കി ഇൻസേർട്ട് ചെയ്ത് പിന്നെ യാൺ ഓവറാക്കി 3 ലൂപ്പ് എത്തിയിട്ട് ഹുക്കുമ്പോൾ ഇനി 2 എണ്ണത്തിൽ കൂടെ വലിക്കായി, പിന്നെ 2 എണ്ണത്തിൽ കൂടെ.
അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ എടുത്താൽ മതി. കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ നിങ്ങൾ അറ്റം വരെ ചെയ്യുക. അറ്റത്തിൽ ലാസ്റ്റത്തെ ചെയ്യണ്ട, അത് ഞാൻ എങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇപ്പോൾ 2-3 എണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഡബിൾ ക്രോഷ്യേനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ DC എന്നും പറയും. അപ്പോൾ DC എന്ന് പറഞ്ഞാൽ ഡബിൾ ക്രോഷ്യ എന്ന് തന്നെ മീനിങ്, പക്ഷേ നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നതാണ്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ എത്ര DC ചെയ്തെന്നറിയോ? 1, 2, 3, 4 DC ചെയ്തു. ഇനിയും നമ്മൾ ചെയ്യണം. നമ്മൾ 47 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, ആ സ്റ്റിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിടാൻ. അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയിൻ 1 ആക്കുക, 2 ആക്കുക. ഓക്കെ, സോറി ഫ്രെയിമിൽ നിന്ന് കുറച്ച് പോയി. ചെയിൻ 1 ആക്കുക, 2 ആക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ഹുക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് യാൺ ഓവറാക്കി വലിച്ചിട്ട്, ഇപ്പോൾ 2 എണ്ണം ഉണ്ടല്ലോ നമ്മൾ ഹുക്കുമ്പോൾ, ഇത് യാൺ ഓവറാക്കാതെ ഇതിലോട്ടിടും. സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് യാണിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫാസ്റ്റ് ആൻഡ് ഓഫ് ചെയ്യുക. എന്താ പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു. അപ്പം അത് വലിച്ച് നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് 2 അറ്റം കൂടി ഒന്ന് ജസ്റ്റ് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തിട്ട് നമുക്കിതൊന്ന് സെക്യൂറാക്കി കൊടുക്കാം. ഇനി ഈ എൻഡ് നിങ്ങൾക്ക് ഹൈഡാക്കാം. അപ്പം ഞാനിത് ഈ സൈഡിലോട്ടാണ് ഹൈഡാക്കുന്നത്. അത് നമുക്ക് നമ്മൾ യാൺ നീഡിൽ വെച്ചിട്ട് ഡാർണിങ് നീഡിൽ വെച്ചിട്ട് ചെയ്യാം. ഞാൻ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവ നമ്മളുടെ എൻ്റെ അത്ര നീളമല്ലല്ലോ, അപ്പം ഞാൻ വെറുതെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകും. ഓക്കെ, ഇങ്ങനെ പോയിട്ട് ഒരു കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എൻഡ് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. നമ്മളെ യാണാൻ ഇഡലി കൂടെ ഇട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കയറ്റി വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വലിക്കുക. ഓക്കെ, ഇങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങനെ കയറി വരും. അപ്പം ഇങ്ങനെ വന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, കണ്ട, ഇത് ഞാൻ ഉൾഭാഗത്ത് കണക്റ്റാക്കിയത്, അത് ശ്രദ്ധിക്കുക. ഇനി ഈ എൻഡും അതേപോലെ ഹൈഡാക്കുക. ഇനി നിങ്ങൾക്ക് ഈ നീഡിലൊന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടി തിന്നായ ഹുക്ക് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഈ സൈഡ് വേണം. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് പണിയാണ്, എന്നാലും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇങ്ങനെ വരും. എന്നിട്ട് പിന്നെ ഇതിലെവിടെയെങ്കിലൊക്കെ ഒന്ന് കുത്തിയിട്ട് തിരിച്ചിങ്ങോട്ട് ഇടുക. കണ്ട, ഇത് കുറച്ച് പണിയാണ്, പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കാം. ഹൈഡാക്കിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ 2 എൻഡ്സും ഒരേപോലെ ആക്കി. കണ്ട, 2 സൈഡും ഹൈഡാക്കി. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ ഉണ്ടാക്കാം. സോ ഇതിവിടെ സൈഡിൽ മാറ്റി വെക്കുക. സെക്കൻഡ് ലെയർ വൈറ്റ് കളറാണ്. നമ്മളുടെ ക്രീം, റോൾ കേക്കിൻ്റെ ഉള്ളിലത്തെ ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഇനി നമ്മളുടെ 4.5 mm ഊക്കൻ എടുത്തിട്ട് ഒരു മീഡിയം ഇതിൽ ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കുരുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താണ്. ഇനി നമുക്ക് 48 ചെയിൻസ് ചെയ്യണം. സോ ചെയിൻ ഇങ്ങനെ ചെയ്യാം. 1 2 3 4 5 6
ഇനി നമുക്ക് 48 ചെയിൻസ് ആയിട്ട് കാണാം. അങ്ങനെ 48 ചെയിൻസോട് ചെയ്ത് കഴിഞ്ഞു. 48 ചെയിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 സ്കിപ്പാക്കാം. അപ്പോൾ 1 2 2 സ്കിപ്പാക്കി 3-ാമത്തേൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇനി അങ്ങനെ 45 ഡബിൾ നമ്മൾ ഒരു DC ചെയ്തു. ഇനി അടുത്ത DC ചെയ്യാം. ഡബിൾ ക്രോഷ്യ അടുത്ത DC ഇതാ ചെയ്ത് 2 DC ആയി. മൂന്നെണ്ണം ചെയ്ത് 45 DC വേണം ടോട്ടൽ എണ്ണുമ്പോൾ. അപ്പോൾ 45 എണ്ണം ചെയ്തിട്ട് നമുക്ക് കാണാം. നമ്മൾ 45 DC ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സ്റ്റെപ്പിനെ കാട്ടി മുന്നേ. അപ്പോൾ നമുക്കിവിടെ ഒരു ചെയിൻ ബാക്കിയാണ്. അപ്പോൾ ഈ ചെയിനിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുക. അപ്പോൾ ചെയിൻ 1 ചെയിൻ 2 ഞാൻ ഒരു ഇതിലോട്ട് ലാസ്റ്റ് ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ചാക്കി കൊടുക്കുകയാണ്. സ്ലിപ്പ് സ്റ്റിച്ചാക്കണം. ഇനി നമ്മളുടെ യാൺ കട്ട് ചെയ്യുക. എന്നിട്ട് ഫാസ്റ്റൺ ഓഫ് ചെയ്യുക. യാണിൻ്റെ ഒരുമിച്ച് കെട്ടണം. കെട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി സെക്യൂർ ആവും. അതുകൊണ്ടാണ് നമ്മൾ കെട്ടുന്നത്. ഇനി യാണിൻ്റെ ഹൈഡാക്കുക. എന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻഡും ഹൈഡാക്കി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻഡും ഹൈഡാക്കിയിട്ട് 2 എണ്ണം ഒന്നിച്ച് വെക്കുക. ഒന്നിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ, ഇതിൻ്റെ നല്ല ഭാഗം മുകളിലേക്കാണ് വരേണ്ടത്. ഇങ്ങനെ വേണം ഇരിക്കാൻ. ഈ 2 അറ്റമാണ് നമ്മൾ ആദ്യം ഒട്ടിക്കാൻ പോണത്. സോ ആദ്യം നമ്മൾ ഇവിടെ പശ തേച്ചിട്ട് ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊട്ട ഭാഗം എവിടെയും നല്ല ഭാഗം എവിടെയാണ്? ഇതിൻ്റെ നല്ല ഭാഗം മുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ പശ എടുക്കുക, എന്നിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് അറ്റഭാഗം മാത്രം ഒട്ടിക്കുക. കണ്ട 2 അറ്റഭാഗം നമ്മൾ ഒട്ടിച്ചു. ഞാൻ അത് ഒട്ടിയിട്ട് ഒന്ന് സെറ്റാവട്ടെ. അതുവരെ ഒന്ന് അനങ്ങാതെ വെക്കാം. ഇത് മൊത്തം നമുക്ക് ഒട്ടിക്കണം. പക്ഷെ ആ ഒരു അറ്റഭാഗം ഒട്ടുകയാണെങ്കിൽ കുറച്ച് നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇത് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഓരോ ഡോട്ടായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെക്കാൻ പോകണം. എൻ്റെ ഭാഷയിൽ അധികമൊന്നും ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നല്ലപോലെ ആക്കണമെങ്കിൽ ആക്കിക്കോ, കുഴപ്പമില്ല. ഞാൻ പശ തേച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അതേപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വെക്കാം. ഓക്കെ, ഇത് നല്ല നീളത്തിലും ഇത് നീളം കുറവിലുമാണ് വരേണ്ടത്. കണ്ടോ? കണ്ട നേരെ വരില്ല. നേരെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുകയാണ് നേരെ വരാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇനി ഇത് ഉണങ്ങട്ടെ. ഇവിടെ ഗ്ലൂ തേക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഇത് കുറച്ച് ടാസ്ക്കാണ്. ഇതിങ്ങനെ ഇരിക്കണം.
ഇപ്പം എന്തെങ്കിലും എടുത്ത് വെക്കാം. ഞാൻ അത് ഡ്രൈ ആവട്ടെ. ഇനി ഇവിടെയൊക്കെ ഗ്ലൂ തേക്കാം. ഞാനിപ്പോൾ ഡ്രോപ്പ് ആയിട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അത്ര ഇതുള്ളോ ഗ്ലൂ ഉള്ളോ. ഇനി ഞാൻ റോൾ കേക്ക് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. പെർഫെക്റ്റ് റോള് കിട്ടാൻ വേണ്ടിയിട്ടാണ്. റോൾ കേക്കായി വന്നിട്ടുണ്ട്. സർക്കിളൊന്ന് റെഡിയാക്കി കൊടുക്കാം. കണ്ടില്ല? ഇനി എൻ്റെ കൂടി ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ റോൾ കേക്ക് ഒട്ടിക്കോളും. ഇവിടെ കൂടെ ഒട്ടിക്കണം. ഗ്ലൂ എടുക്കുക, ഇവിടെ തേച്ച് കൊടുക്കുക. ഗൈസ്, ആരും ബൈ 1 get 1 സെയിൽ കണ്ട് വാങ്ങിക്കരുത്. ഇല്ലെങ്കിൽ ഇതേപോലെ എൻ്റെ പോലെ ഞെക്കി ഇരിക്കേണ്ടി വരും. ഇനി ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഓക്കെ, ഇനി ഇത് ഉണങ്ങണ വരെ നമുക്കിനി വിപ്പ് ക്രീമും ചെറിയൊക്കെ ക്രോഷ്യ ചെയ്യാം. ഇതൊരു സൈഡിൽ വെക്കാം. ഓക്കെ, കണ്ട റോൾ കേക്കായിട്ട് വന്നിക്കണം. നമ്മൾ വിപ്പ് ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് വൈറ്റ് കളറിയാണ് തന്നെയാണ്. പക്ഷെ എടുക്കുന്നത് 3.5 mm ഹുക്കാണ്. സോ ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഓക്കെ, 2 അറ്റവും പിടിച്ച് ഇനി ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹുക്കിടുക. ഹുക്കിന് അനുസരിച്ച് ടൈറ്റാക്കാം. ഇനി കുറച്ചിങ്ങനെ അയച്ചു വിടുകയാണെങ്കിൽ നമുക്ക് ക്രോഷ്യ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ചെയ്യാൻ 11 ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 11 ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരെണ്ണം മാത്രം സ്കിപ്പാക്കാം. എന്നിട്ട് എന്നുവെച്ചാൽ ഇത് സ്കിപ്പാക്കാം. നമ്മൾ സെക്കൻഡ് ചെയ്യൽ ഒരു സിംഗിൾ ക്രോഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ യാണോറ് വേണ്ട. ഇങ്ങനെ 2 ലൂപ്പ് ആവും. 2 ലൂപ്പ് ആകുമ്പോൾ യാണോവറാക്കിയിട്ട് 2 എണ്ണത്തിൽ കൂടെ വലിക്കാം. ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ആയി. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്ക് എടുത്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് ലോക്ക് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ അത് അഴിഞ്ഞു പോവും. ലോക്ക് ചെയ്ത് ഇനി നമ്മൾ ബബിൾ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ബബിൾ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതൊരു DC പോലെ തന്നെയാണ്. ഇനി 2 എണ്ണത്തിൽ കൂടെ മാത്രം വലിക്കാം. ഇനി നമ്മൾ യാണോവറാക്കുക. എന്നിട്ട് വീണ്ടും അതിലിടുക. ബബിൾ സ്റ്റിച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി 2 എണ്ണത്തിൽ കൂടെ വലിക്കുക. 3 ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ ഹാഫ് സ്റ്റെപ്പ് ചെയ്യുക. 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹുക്കുമ്മ ഇങ്ങനെ 4 ലൂപ്പ് വരും. ഇനി യാണോവറാക്കിയിട്ട് 4 എണ്ണത്തിൽ കൂടെ വലിക്കുമ്പോൾ ഒരു ബബിൾ സ്റ്റിച്ചായി. ഓക്കെ, ഇനി നമ്മൾ സിംഗിൾ സ്റ്റിച്ച് ചെയ്യും. തൊട്ടടുത്ത സ്റ്റിച്ചിൽ 1 മിനിറ്റ് ഇത് കുറച്ച് വലിക്കട്ടെ. തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ സ്റ്റിച്ച്. ഇതാണ് നമ്മളുടെ ബബിൾ സ്റ്റിച്ച്. കണ്ടൊരു ബബിൾ ഫോമായി. ഇനി നമ്മൾ ഇതേപോലെ ഒരു സിംഗിൾ സ്റ്റിച്ച് ചെയ്യുക, ഒരു ബബിൾ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഒരു സിംഗിൾ സ്റ്റിച്ച്, ബബിൾ സ്റ്റിച്ച്, അങ്ങനെ ഇവിടെ വരെ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു സിംഗിൾ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇനി ഒരു ബബിൾ. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണ പോലെ ചെയ്തു. ഇനി ഒരു പ്രാവശ്യം കൂടി ചെയ്യാം.
ഇപ്പം 2 പ്രാവശ്യം നമ്മൾ ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഇപ്പം എന്താ വേണ്ട 1 2 2 ഇരിക്കുന്നുണ്ടോ? നമ്മൾ 1 പ്രാവശ്യം കൂടി ചെയ്യാം. അയ്യോ, ഞാൻ ബബിൾ സ്റ്റിച്ചിന് എൻ്റെ ഷോർട്ട് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യാം. ഇപ്പം 4 ലൂപ്പെത്തി. ഒരു സിംഗിൾ സ്റ്റിച്ചോടെ ചെയ്ത് ഇപ്പം ടീസി എടുക്കണം. വല്ല യാർൺ ഓവറാക്കുക. നമ്മളെ അടുത്ത സ്റ്റിച്ചിലിടുക. 3 ലൂപ്പ് ഉണ്ടാവും. ഇതിൽ 2 ലൂപ്പിൽ കൂടെ മാത്രം വലിക്കുക. പിന്നെയും യാർൺ ഓവറാക്കുക. ഹുക്ക് ഹോളിൽ ഇൻസേർട്ട് ചെയ്യുക. പിന്നെ എടുക്കുക. 2 ലൂപ്പ് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാം. എന്നിട്ട് പിന്നെയും വെക്കുക. ഇനി 4 ലൂപ്പ് വേണ്ട. 3 ഡബിൾ ക്രോഷ്യ പകുതി ചെയ്തതാണ് ഇത്. ഇനി 4 കൂടെ യാർൺ ഓവറാക്കിയിട്ടാക്കാം. ഇപ്പോൾ ഒരു ബബിളായി. നമ്മൾ തൊട്ടടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ സ്റ്റിച്ചും ചെയ്യാം. ഇനി സിംഗിൾ സ്റ്റിച്ച്. ഓക്കെ, കണ്ടോ? ഇനി അറ്റം വരെ ചെയ്യാം. എന്നിട്ട് നമുക്കിനി വീഡിയോയിൽ കാണാം. ഞാൻ അങ്ങനെ ലാസ്റ്റത്തെ ബബിൾ സ്റ്റിച്ച് ചെയ്ത് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? ഈ സ്റ്റിച്ച് മാർക്ക് ഇട്ടിട്ടില്ലേ, ഈ സ്റ്റിച്ച് അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സോ അതിന് സ്റ്റിച്ച് മാർക്കർ ഊരാം. ഓക്കെ, ഊരി ഇതാണ് നമ്മളുടെ ആ ഒരു സ്റ്റിച്ച്. അവിടെ ഹുക്കിടുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ? ഇനിയാണ് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളെ എൻഡ്സ് വീവിങ് ചെയ്യുക. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ എൻഡ് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു ക്രീമായിട്ട് കിട്ടും. കണ്ടോ? നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് ഇത് ഹൈഡാക്കിയത്. ഈ പഫ് നാശമാണ് നോക്കുക ഹൈഡാക്കുന്ന സമയത്ത്. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ വെക്കണോ, ഇങ്ങനെ വെക്കണോ, ഇങ്ങനെ വെക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ഇനി ഇതുപോലെ സൈഡിൽ വെക്കുക. നമ്മൾ ചെറി ഉണ്ടാക്കുക. അപ്പോൾ അതിന് ഈ നൂലെടുക്കുക. 3.5 mm ഹുക്ക് കൊടുക്കുക. ഓക്കെ, മാജിക് റിങ് ചെയ്യുക. ഇനി ഇതൊക്കെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഓക്കെ, നമ്മളോട് ചെയ്യാൻ ചെയ്തു. ഓക്കെ, മാജിക് റിങ് ആണ് ഇപ്പോൾ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഈ മെത്തേഡ് അല്ലെങ്കിൽ ചെയിൻസ് ചെയ്തിട്ട് അതിൽ ഇട്ടാലും മതി. ആ മെത്തേഡായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ഈ ഹോളിക്ക് ചെയ്യണം. നമുക്ക് ചെയ്യാം. 1 അങ്ങനെ 6 ചെയ്തിട്ട് ഇനി കാണാം. നമ്മൾ 6 ചെയ്ത്. അപ്പോൾ ഒന്നാമത്തേത് ഇവിടെ ഉണ്ട്. ഇതാണ് ഒന്നാമത്തേത്. നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം. ഈ വള്ളിയൊന്ന് വലിച്ചാൽ മതി. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവണില്ല ഉള്ളവരാണെങ്കിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്കാണ് കിടക്കണം. ഇവിടെ ഒരു സിംഗിൾ സ്റ്റിച്ചും കൂടി ചെയ്യാം. ഓക്കെ, 1. ഇനി ഇത് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇനി അതേ സെയിം ഹോളിൽ തന്നെ സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക.
ഒരു ഇൻക്രീസ് റൗണ്ടാണ്. എന്നുവെച്ചാൽ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതാണ് അർത്ഥം. ഇനി ഇതിൽ 2 ചെയ്യാം. ഒരെണ്ണം ചെയ്തു, സിംഗിൾ ക്രോഷ്യാണ് ചെയ്യണം. ഇനി രണ്ടാമത്തത് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ച് പോവുക. 1 2. അങ്ങനെ ഇവിടെ എത്തണ വരെ 2 ചെയ്യുക. ഇനി നമ്മൾ ജസ്റ്റ് ഈ സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ എത്തി നിൽക്കുമ്പോൾ ബാക്കിലേക്കൊന്ന് എണ്ണി നോക്കുക. ഈ സ്റ്റിച്ച് മാർക്കർ വരെ 12 സിംഗിൾ സ്റ്റിച്ച് ഉണ്ടോയെന്ന്. എൻ്റെ ഞാൻ എണ്ണി നോക്കി, എൻ്റെതുണ്ട്. ഇപ്പം നമ്മൾ റൗണ്ട് 2ലാണ്. ഇനി റൗണ്ട് 3ഉം 4 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് സിംഗിൾ സ്റ്റിച്ച് ഓരോ സ്റ്റിച്ചിലും ചെയ്യുക. അപ്പം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. 4 സ്റ്റിച്ച് മാർക്കർ ഊരുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ റൗണ്ട് 3 തുടങ്ങി. ഇനി അടുത്ത ഹോളിൽ സിംഗിൾ സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ അടുത്തേൽ ചെയ്യുക. റൗണ്ട് 4ഉം ഈ സെയിം തന്നെയാണ്. ഇങ്ങനെ 12 സിംഗിൾ സ്റ്റിച്ച് കുറയണമില്ല കൂടണമില്ല, അങ്ങനത്തെ രീതിയിൽ പോവാം. റൗണ്ട് 3 കഴിഞ്ഞു. ഇനി റൗണ്ട് 4ലേക്ക് അടുക്കാൻ സ്റ്റിച്ച് മാർക്കർ ഓരോ സിംഗിൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വരണം. ഞാൻ ജസ്റ്റ് വെറുതെ നേരത്തെ മറിച്ചതാ, ഇങ്ങനെ തന്നെ വരണ്ട കേട്ടോ. 4 കഴിഞ്ഞ് റൗണ്ട് 5 എന്ന് പറഞ്ഞാൽ 1 സിംഗിൾ സ്റ്റിച്ച് ഒരു ഡിക്രീസാണ്. സോ ഇത് അവിടെ ഒരു സിംഗിൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ മാർക്ക് വെച്ചിട്ട് തിരിച്ച് മാർക്ക് ചെയ്യുക. കാരണം ഫസ്റ്റ് ഏതാണെന്ന് നമ്മൾ അറിയണ്ടേ, അതിനാണ് ചെയ്യണം. എന്നിട്ട് ഇതടച്ച് വെക്കണം. ഇനി നമ്മുടെ ഡിക്രീസ്. അപ്പോൾ ഡിക്രീസ് ചെയ്യണ സമയത്ത് നമ്മളിത് മറിക്കുക. അപ്പം അതിന് മുമ്പ് നമ്മൾ ഹോളൊന്ന് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുക. ഓക്കെ, അടച്ച് ഇനി നമ്മളിത് മറിക്കുക. ഓക്കെ, മറിച്ചിട്ട് ഡിക്രീസ് ചെയ്യുക. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലിടാം, മറ്റേതിൻ്റെ ബാക്ക് ലൂപ്പിലിടാം. ഇപ്പം 2 ബാക്ക് ലൂപ്പ് നമ്മളെ ഹുക്കുമുണ്ട്. ഇനി ഞാൻ ഓവറാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, കിട്ടി. ഇതിലിപ്പോൾ ഒരു ഇതും കൂടി വന്നിട്ട് അത് കളയാം. എന്നിട്ട് സാധാരണ പോലെ സിംഗിൾ സ്റ്റിച്ച് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇനി ഒരു സാധാ സിംഗിൾ സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. ഇനി വീണ്ടും ഒരു ഡിക്രീസ് ചെയ്യണം. എത്തിയില്ല, എത്തി. അപ്പം ഇനി അത് ഇതിൽ കൂടെ കിടക്കാം. ഇനി ഇതിൻ്റെ ഇപ്പോൾ 2 ബാക്ക് ലൂപ്പും ഒരു സാധാ ലൂപ്പും ഇരിക്കുന്നുണ്ട്. ഇതിൽ കൂടെ ഒരു മിനിറ്റ് സൂം ഔട്ടായിപ്പോയി, സോറി ഗൈസ്. ഇതിൽ കൂടെ 2 സ്റ്റിച്ച് ഒരുമിച്ചാണ് ചെയ്യുക, അതാണ് ഡിക്രീസ്. 2 സ്റ്റിച്ചിനെയും കൂടി ഒന്നാക്കി. ശരിയായി. ഇനി സാധാരണ പോലെ സിംഗിൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ റെഡിയാക്കണം. ഈ നോർമൽ സിംഗിൾ സ്റ്റിച്ച് പിന്നെ ഡിക്രീസ് അങ്ങനെ അവസാനിക്കണ വരെ ചെയ്യാം. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ സിംഗിൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു.
ഇനി ഈ സ്റ്റിച്ച് മാർക്കർ ഊരാം. ഓക്കെ, ആ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് യാണ് കട്ട് ചെയ്യാം. നമുക്ക് യാണ് കുറച്ച് ലോങ്ങിൽ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഇത്ര ലോങ്ങിൽ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫാസ്റ്റ് ആൻഡ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിറയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ യാണിൻ്റെ വേസ്റ്റാണ് ഇതിൽ നിറക്കണത്. ഇത് നമ്മൾ ചെറിയാണ്, അപ്പോൾ നിങ്ങളെന്ത് വേണമെങ്കിൽ നിറയ്ക്കുക. അങ്ങനെ യാണിൻ്റെ വേസ്റ്റ് നിറച്ചു. ഇത് നമ്മൾ നീഡിലെടുക്കാം. എന്നിട്ട് ഇതിൽ കയറ്റാം. ഇനി നമ്മൾ ഫ്രണ്ട് ലൂപ്പ് കൂടെ ആക്കുക. എന്നിട്ട് ഇത് അഴിയാണ്ടിരിക്കുക. ജസ്റ്റ് അഴിയാണ്ട് നോക്കുക. അയ്യോ, സൂം ഔട്ടായി ഗൈസ്. ഈ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ആക്കി പോവുക. ഇങ്ങനെ ചുറ്റോരാക്കുക. അയ്യോ, അങ്ങനെ ചുറ്റോരാക്കിയിട്ട് ലാസ്റ്റ് കാണാം നമുക്ക് ഇത് അഴിഞ്ഞു പോയി. നമ്മൾ ചുറ്റോര ചെയ്തു. ഇനി നമ്മൾ ഇത് വലിക്കുമ്പോൾ ഈ ഹോളടയും കണ്ട പെർഫെക്റ്റായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു പ്ലിങ്ങോ പോലെ ഇരിക്കണം. നമ്മളത് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, ചെറിയ റെഡിയായി. നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നീഡിലെടുക്കാം. നീഡിലെടുത്തിട്ട് വീണ്ടും നമ്മളിതിൽ കയറ്റാം. ഞാൻ കട്ട് ചെയ്തത് കേട്ടോ. ഇതിൽ കയറ്റിയിട്ട് നമ്മൾ ഈ സെൻറ്റർ പാർട്ടിൽ കൂടെ ടോപ്പ് പീക്ക് ആക്കി കൊടുക്കാം. കണ്ടോ? ഓക്കെ, ഞാക്കാം. കണ്ടോ? ഇപ്പം നമ്മളെ ചെറിയുടെ ടോപ്പ് ഭാഗമൊക്കെ റെഡിയാവും. കണ്ട, ചെറിയുടെ എത്ര ഭാഗം വേണം അത്ര കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ റെഡിയായി. ചെറിയ ക്യൂട്ടായിട്ടുണ്ട്. ചെറിയും ഇതും തമ്മിൽ ഒട്ടിക്കാം. കണ്ട, ഇങ്ങനെ വേണം വരാൻ. ചെറിയ ഇതിൻ്റെ മുകളിൽ ഇരിക്കും. അപ്പോൾ ഇതാണ് ടോപ്പ് ഭാഗം, ഇതാണ് അടിഭാഗം. അപ്പോൾ ചെറിയുടെ അടിയിലാണ് നമ്മൾ ഗ്ലൂ തേക്കുക. അപ്പോൾ ചെറിയുടെ അടിയിൽ ഗ്ലൂ തേക്കുക. എന്നിട്ട് പൊട്ടിച്ചിട്ട് പൊക്കാൻ പാടില്ല. പൊട്ടിച്ചിട്ട് അവിടെ തന്നെ വെക്കാം. എന്നിട്ട് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഞാനിത് പിറ്റേ ദിവസം വരെ ഉണങ്ങാൻ വെച്ച്. ഇനി നമുക്ക് ഈ 2 പീസും കൂടി ഒന്നിച്ച് ഗ്ലൂ ചെയ്യാം. ഗ്ലൂ നമുക്ക് നമ്മുടെ വിപ്പ് ക്രീമിൻ്റെ അടിഭാഗത്ത് തേച്ച് കൊടുക്കാം. നമ്മുടെ റോൾ കേക്കിൻ്റെ മുകളിൽ ഞാനിത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഇപ്പോൾ സെൻട്രൽ ഭാഗത്തായിട്ടാണ് വെച്ചുള്ളത്. നിങ്ങൾക്ക് റോൾ കേക്കുമ്പോൾ ഇഷ്ടമുള്ള ഭാഗത്ത് ഈ ചെറി വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെച്ചുള്ളത്. ഒട്ടിച്ച് അപ്പം തന്നെ കൈയെടുക്കാണ്ട് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കൈയെടുത്താൽ അത് നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വീണ് പോവും. ഞാനിത് ഇരുന്ന് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമ്മൾ റോൾ കേക്കിൻ്റെ സെയിം കളർ യാണ് എടുക്കുക. അത്യാവശ്യം ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിത്ര നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നീഡിൽ കൊണ്ട് കോർക്കുക. നമ്മുടെ ഡാർണിങ് നീഡൽ നമ്മളിപ്പോൾ കോർക്കണത് എന്തിനാന്ന് വെച്ചാൽ കീ ചെയിൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി റോൾ കേക്കിൻ്റെ ഏത് ഭാഗത്താണ് കീ ചെയിൻ അറ്റാച്ച് ചെയ്യുന്നത് ആ ഭാഗത്ത് നമ്മൾ നീഡിൽ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക നമ്മളെയാണ്. ഞാനിപ്പോൾ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ കീ ചെയിൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളുടെ നീഡിൽ കൊണ്ട് കോർത്ത് കൊടുക്കുക. നീഡിൽ അയക്കാതെ തന്നെ കോർത്ത് കൊടുക്കാൻ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പം എന്താണോ കയറുന്നില്ല. അതുകൊണ്ട് ഞാൻ നീഡിൽ അയച്ചിട്ട് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെയും നീഡിൽ തിരിച്ചിടാമെന്ന് വെച്ചു. നീഡിൽ തിരിച്ചിട്ടതിന് ശേഷം ആ സെയിം സ്പോട്ടിൽ തന്നെ വീണ്ടും ഒന്ന് തുന്നുക.
കീ ചെയിനുള്ളിൽ കൂടെയും ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ എന്താണെന്നറിയില്ല, കീ ചെയിനുള്ളിൽ കൂടെ നീഡിൽ പോയി. അതുകൊണ്ട് എനിക്ക് നീഡിൽ ഊരിയിട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെ നമ്മൾ കീ ചെയിൻ അവിടെ ഉറപ്പായിരിക്കണം വരെ നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ 2 പ്രാവശ്യം ചെയ്തുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉറപ്പായി. ലാസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 അറ്റഭാഗം കൂടി കൂട്ടി അങ്ങനെ കെട്ടുക. എന്നിട്ട് മാത്രമാണ് കട്ട് ചെയ്യുക. അപ്പോൾ ആ കീ ചെയിൻ അവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും, ഒരിക്കലും അഴിഞ്ഞു പോവില്ല. ഇനിയാണ് കട്ട് ചെയ്തിട്ട് നമ്മുടെ എൻഡ്സ് ഒന്ന് ഹൈഡാക്കുക. അപ്പം നിങ്ങൾക്ക് നീഡിൽ വെച്ചിട്ട് അതിനുള്ളിലേക്ക് ആക്കി കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ഹൈഡാക്കുക. ഞാനിപ്പോൾ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ഹൈഡാക്കുന്നത്. Into the scene he described by creating an imaginary picture. Usually it's something that moves. ഈ ഹൈഡാക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗം സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ റോൾ കീ ചെയിനോട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി എന്തെങ്കിലും കമൻറ്റിൽ പറയാനുണ്ടെങ്കിൽ പറയുക. നിങ്ങൾക്കിനി എന്ത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും നമ്മുടെ കമൻറ്റിൽ പറയുക. അപ്പോൾ ഓക്കെ, ബായ്.